ഹായ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അത് പുതിയൊരു വീട്ടുകൂടലുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ, ശ്രീയേട്ടൻ, നൈനോസ്, ചെറിയമ്മയുണ്ട്. ചെറിയമ്മ ഇങ്ങോട്ടേക്ക് ഹായ് പറഞ്ഞേ. പിന്നെ മുന്നിലെ ജ്യോതിഷേട്ടനുണ്ട്, ആദിയുണ്ട്. ഹായ് പറ. അതിനെ കണ്ടിട്ടില്ലല്ലോ. ജ്യോതിഷേട്ടാ, ജ്യോതിഷേട്ടനും കൂടി ഹായ് പറഞ്ഞ. നമ്മളിപ്പോൾ ആവണി മോളെ കാത്തിക്കാണ്ട്. ആവണി മോളെ തൈക്കൊണ്ട് ഒരു ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ ആവണിനെ കൂട്ടാൻ വേണ്ടി ശ്രീചേച്ചി പോയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ കാത്ത് അങ്ങനെ ആവണിമോളും ശ്രീചേച്ചിയും കൂടി വരുന്നുണ്ട് കേട്ടോ. തൈക്കോണ്ട ക്ലാസ്സിന് പോകേണ്ട നാളെ അത്ര മേക്കപ്പ് ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ മേക്കപ്പ് സെറ്റുകളൊക്കെ വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഗൈസ്. രാത്രി ആയതുകൊണ്ട് നല്ല തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് അവസാനം എത്താറ്. പുത്തൂർ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മളെ വീട്ടുകൂടുള്ളത്. കണ്ട ഗൈസ്, നമ്മുടെ വീട് നല്ല അടിപൊളി വീടാണ് കേട്ടോ. ഇത് കർണാടകക്കാരുടെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ പശുക്കളൊക്കെ ഉണ്ട് വീട്ടിൽ. നല്ല ഭംഗിയിൽ. ഇതാണ് കേട്ടോ വീടിൻ്റെ ഉടമസ്ഥൻ ഗോപാലേട്ടൻ എന്ന് പറയുന്നത്. നമ്മുടെ തറവാട്ടിലുകാരനാണ്. സ്കന്ദശ്രീ കല്യാണി എന്നാണ് വീടിൻ്റെ പേര് കേട്ടോ. അപ്പം വീടിൻ്റെ ഒരു കുറ്റിവെറുക്കൽ പൂജേൻ്റെ ചെറിയൊരു വീഡിയോസ് ആണ് ഈ കാണുന്നത് കേട്ടോ. സംഭവം ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇങ്ങനെ കണ്ടിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് എന്താണ് ലാസ്റ്റ് ഒരു പൂജയുണ്ട് നമുക്ക്. ആ ഒരു പൂജ മാത്രമേ കഴിച്ചിട്ട് നമ്മൾ എന്താക്കൽ വീട്ടിൽ കയറി കൂടുതലാണ്. പക്ഷെ ഇവർക്കെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പൂജകളുണ്ട് കേട്ടോ. ഗോപാലേട്ടൻ്റെ വൈഫിൻ്റെ പേര് വല്ലിക എന്നാണേ. ഇനി കണ്ടോ, ഇതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അവരുണ്ട് ആ പശുവിനെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാണ്. കൂടെ കിടാവും കൂടി ഉണ്ട് കേട്ടോ. ഇതാ അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് തിരിച്ച് മുല്ലപ്പൂവൊക്കെ കെട്ടിയിട്ട് തിരിച്ച് കൊണ്ടുവിടുകയാണ് ചെയ്യുക കേട്ടോ. ആവണിമോളും നൈനൂസ് എന്ത് ചെയ്തു, ആ റൂമുകളിലൊക്കെ പോയിട്ട് അവരുടെ കബോർഡ് സെറ്റൊക്കെ ജസ്റ്റ് ഓപ്പണാക്കി നോക്കി. വളരെ വെറൈറ്റി ആയിട്ടുള്ള മോഡലോടും ഡിസൈനോടും കൂടിയിട്ടുള്ള സെറ്റിങ്സാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുന്നൊക്കെ ഏതൊരാൾക്ക് ഇഷ്ടപ്പെടും. നൈനൂസിൻ്റെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എവിടെ പോയാലും ജസ്റ്റ് ഒന്ന് എന്താക്കണം, അതിലേതിലേക്ക് നടക്കണം. ഞാനും ചെറിയ പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചായിട്ടുണ്ട്. എനിക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും കേട്ടോ നല്ല ഭംഗിയായിരുന്നു. ക്യാമറമാൻ ചേട്ടനെ തിരക്കില്ലാതെ ഫോട്ടോ എടുക്കാനാണ്. പിന്നെന്ത് ചെയ്തു, ഞങ്ങൾ പഴം കിട്ടിയ സമയത്ത് പഴത്തൊലിയൊക്കെ കൊണ്ട് പശുവിന് കൊടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ കുട്ടികളാണ് കേട്ടോ ഫുഡിനുള്ള പാത്രങ്ങളൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ പാത്രങ്ങളൊക്കെ നല്ല ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാള ഇവിടെയൊക്കെ പറയാറ് പാള കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റാണ്. നമ്മളെന്താ ഓരോരുത്തരുടെ സ്ഥലത്ത് പോയിട്ട് കുറച്ച് കറികളൊക്കെ വാങ്ങിയിട്ട് പിന്നെ പോയിരുന്നിട്ടാണ് കഴിക്കല് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഇഡ്ഡലി ഉണ്ടായിരുന്നു, ചോറ്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ ഒരു വീട്ടിൽ പറയുന്നത് 3 ദിവസത്തെ ചടങ്ങാണ്. കുറ്റിപൂജ, പിന്നെ വേറെന്താ പൂജയുടെ പേര് വാസ്തുപൂജ, പിന്നെ ലാസ്റ്റാണ് ഗണപതി ഹോമം ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലാണ് ഗണപതി ഹോമം കഴിച്ചിട്ട് വീട്ടിൽ കയറി കൂടുതലാണ്. 3 ദിവസത്തെ പരിപാടിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ പോയത്. കാരണം വെച്ചാൽ ബാക്കിയുള്ള 2 ദിവസം ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കില്ല എന്ന് വെച്ചിട്ടാണ് ഇന്ന് തന്നെ പോകാൻ കാരണം കേട്ടോ. അത് ഞങ്ങളൊക്കെ എന്ത് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഫാമിലി ഫോട്ടോ എടുത്തു കേട്ടോ. പിന്നെ നോക്കും നൈനൂസിനെ കാണുന്നത് നോക്കുമ്പോൾ ആ വീടിൻ്റെ പൂജാമുറിലുണ്ടായിരുന്നേ. എനിക്ക് അവളെ പിടിച്ചമാരും തന്നെ സമയം ഉണ്ടായില്ല. അപ്പോഴാണ് മല്ലികേച്ചി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി സെൽഫി എടുത്താലാന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ പിള്ളേരും എല്ലാവരും വിളിച്ചു കൂട്ടി ഞങ്ങൾ സെൽഫികൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സെൽഫി എന്ന് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കേസ് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാനില്ല കേട്ടോ. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.